നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങളും ഇന്നത്തെ നമ്മളുടെ ഗീതാ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ നമ്മൾ 4-ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിലെ 4 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇന്ന് 5-ാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9, 10, 11, 12 ശ്ലോകങ്ങളായിരുന്നു എടുത്തത്. വളരെ വിശദമായിട്ട് ചർച്ച കൊണ്ട് വലിയൊരു റീക്യാപ്പിന്റെ ആവശ്യമില്ല. 9-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് തന്റെ ദിവ്യമായ കർമ്മത്തെയും ജന്മത്തെയും കുറിച്ച് ഏത് വ്യക്തികൾ മനസ്സിലാക്കുന്നു, ജന്മകർമ്മ ചമേ ദിവ്യം, ദിവ്യമായ ജന്മത്തെക്കുറിച്ച് യോ വേത്തി തത്വതഃ, തത്വപരമായിട്ട് ആര് മനസ്സിലാക്കുന്നു, തെക്വാദേഹം പുനർജന്മ നയതി മാമേതി സ്വാർജുന, അവര് മരണശേഷം തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിനുശേഷം 10-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഭഗവാനെ പറ്റിയുള്ള ഈ ജ്ഞാനത്തിൽ, അപ്പൊ അർജുന്റെ ഉള്ളിൽ ഒരു സംശയം വന്ന് കാണണം, അങ്ങനെ ആരെങ്കിലും ഈ ഭൗതിക ലോകത്തിന് തിരിച്ചു പോയിട്ടുണ്ടോന്ന്. അതിന് മറുപടിയിട്ട് പോകാൻ പറയുന്നത് എന്നെ പറ്റിയുള്ള ജ്ഞാനത്തിൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യപ്രേമത്തിലായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ 11-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഒരു അല്പം വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഏ യഥാമാ പ്രപഞ്ചന്റെ സ്ഥാം സജൈവ സജാമി അഹം, ആരെന്നെ ഏത് രീതിയിൽ കാണുന്നോ ഞാൻ അതേപോലെ അവരോട് പ്രതികരിക്കുന്നത്, എന്നെ ശരണം പ്രാപിക്കുന്ന അനുസരിച്ച് ഏവർക്ക് ഞാൻ തക്കതായ പ്രതിഫലം നൽകും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ 12-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ഈ ഭൗതിക ലോകത്തില് ഭൗതികമായ വിജയം ആരാഗ്രഹിക്കുന്നോ അവർ ദേവീദേവതമാരെ ആരാധിക്കുന്നു. കാരണം ഭഗവാൻ പറഞ്ഞു കർമ്മങ്ങൾക്ക് വേഗത്തിൽ അവിടെ ഫലം കിട്ടും. അത് വളരെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. നമ്മൾ 13-ാമത്തെ ശ്ലോകങ്ങളിൽ അടങ്ങുന്നത്. 13-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു പുതിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് ചാതുർവർണ്ണ്യത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ചാതുർവർണ്ണ്യ മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അഭിമാം വിദ്യകർത്താരം അവ്യയം. ചാതുർവർണ്ണ്യം 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും മയാ സൃഷ്ടം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. എങ്ങനെയാണത് സൃഷ്ടിച്ചത് ഭഗവാൻ? ഗുണകർമ്മ വിഭാഗശ, ഒരു വ്യക്തിയുടെ തൊഴിലും വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് ഞാൻ 4 വർണ്ണം ഉണ്ടാക്കി. തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരം അവ്യം, തസ്യ അതിന്റെ കർത്താരമഭി പിതാവാണെങ്കിലും അവ്യയം വ്യയമില്ലാത്ത നാശരഹിതനായ എന്നെ അകർത്താവെന്നാണ് നീ അറിയുക. അതായത് ഞാനാണിത് ഉണ്ടാക്കിയെങ്കിലും എനിക്ക് യാതൊരുവിധ കർമ്മങ്ങളും ചെയ്യാനില്ല. അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. പ്രകൃതി സഹജമായ 3 ഗുണങ്ങളെയും തദനുസരികളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവെന്നറിയുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഭഗവാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ 3 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങൾ അനുസരിച്ച് ആ വ്യക്തികൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തിക്ക് അനുസരിച്ചും അവരുടെ സ്വഭാവത്തിനും അവരുടെ തൊഴിലിനും അനുസരിച്ച് ഞാൻ സമൂഹത്തിനെ 4ആയിട്ട് തിരിച്ചു എന്നാണ് ഭഗവാൻ പറയുന്നത്.
ഇതൊരു ഒരുപാട് പ്രധാന ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകമാണിത്. ഇത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു ശ്ലോകമാണ്. ആൾക്കാർ ഒരുപാട് ഇതിനെക്കുറിച്ച് പല തെറ്റായ വ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ തരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞേക്കുന്നത് സമൂഹത്തിന്റെ ആൾക്കാരുടെ സ്വഭാവത്തിന് പ്രകൃതിയുടെ 3 ഗുണങ്ങൾ അനുസരിച്ച് അവർ ചെയ്യുന്ന കർമ്മം അനുസരിച്ചും അവരുടെ തൊഴിലനുസരിച്ചും ഞാൻ ഈ സമൂഹത്തിന് 4ആയിട്ട് വിഭജിച്ചു. അപ്പോൾ ആദ്യം പറയുന്നത് സമൂഹത്തിന് വിഭജിക്കുന്നത് ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയാണ് പലപ്പോഴും ഇവിടെ രാഷ്ട്രീയക്കാരും നിരീശ്വരവാദികളും പറഞ്ഞു വരുത്തുന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിനെ വിഭജിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഗുണകർമ്മ വിഭാഗം. ഗുണം വന്നു കഴിഞ്ഞാൽ സത്വരജോ തമോ ഗുണം, അവരുടെ അതനുസരിച്ചുള്ള തൊഴിലനുസരിച്ചാണ് സമൂഹത്തിന് വിഭജിച്ചതിന്റെ മാനദണ്ഡം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഡോക്ടർ ആയതുകൊണ്ട് മക്കൾ ഡോക്ടറായില്ല. അച്ഛനും അമ്മയും ബ്രാഹ്മണനായതുകൊണ്ട് മക്കൾ ബ്രാഹ്മണനാകത്തില്ല. നമുക്ക് ഒരുപാട് ഉദാഹരണം കാണാം. പരശുരാമന്റെ ഉദാഹരണം. പരശുരാമൻ ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ക്ഷത്രിയന്റെ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷത്രിയനായിട്ട് കാണത്തുള്ളൂ. ദ്രോണാചാര്യ ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തൊഴിൽ എന്തുവായിരുന്നു? യുദ്ധം ചെയ്യുക, യുദ്ധം പഠിപ്പിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ബ്രാഹ്മണനാണെങ്കിൽ കൂടി ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് അതായത് ഒരു വ്യക്തി ജനിക്കുന്നത് ബ്രാഹ്മണനായിട്ടോ ശൂദ്രനായിട്ടോ അല്ല. ജന്മനെ ജായതേ ശൂദ്ര സംസ്കാര ദ്വിജ ഉച്യതേ വേദ പഠേത് ഭവേത് വിപ്ര ബ്രഹ്മജാനാതി ഇതി ബ്രാഹ്മണ എന്ന് പറയുന്നത്. ജന്മനെ ജായത ശൂദ്ര, ഏതൊരു വ്യക്തിയും ജനിക്കുന്നത് ശൂദ്രനായിട്ട്. ശൂദ്രൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു ജാതിയോ ഒരു വിഭാഗത്തിനോ അല്ല. ഏതൊരു വ്യക്തിക്ക് ആധ്യാത്മികമായ അറിവില്ല ആ വ്യക്തിയാണ് ശൂദ്രൻ. അപ്പൊ ജന്മനെ ജായതേ ശൂദ്രൻ എന്ന് പറയുന്നത് എല്ലാവരും ജനിക്കുന്നത് ശൂദ്രനായിട്ട്. കാരണം ജനിക്കുമ്പോൾ ആധ്യാത്മിക അറിവില്ല. സംസ്കാരാത് ദ്വിജ ഉച്യതേ. ദ്വിജ എന്ന് പറഞ്ഞാൽ ദി എന്ന് പറയാൻ 2, ജ ജനിക്കുന്നത്. ദ്വിജ എന്ന് പറയാൻ 2 പ്രാവശ്യം ജനിക്കുന്നവൻ. സംസ്കാരാത് ഇവിടെ ഏത് സംസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്? ഉപനയന സംസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച ഒരു കുട്ടിക്ക് ഉപനയന സംസ്കാരം കിട്ടിക്കഴിയുമ്പോൾ അത് 2ാം ജന്മമാണ്. അതാണ് ദ്വിജജായതേ. ദ്വിജ ഉച്യത. ഉച്ച എന്ന് പറഞ്ഞാൽ പറയുക. സംസ്കാരാത് ദ്വിജ ഉച്യത. അപ്പം ഇതുവരെ ആ കുട്ടി അതിൻ്റെ എത്രാമത്തെ 5 വയസ്സിലോ 6 വയസ്സിലാണ് ഉപനയന സംസ്കാരം തുടങ്ങുന്നത്. പണ്ട് എല്ലാവരും ഉപനയന സംസ്കാരം ചെയ്യായിരുന്നു. കലിയുഗം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഉപനയന സംസ്കാരം ആയി കഴിയുമ്പം അതിന് ദ്വിജൻ എന്നാണ് വിളിക്കുന്നത്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ 2 ജന്മം. ബ്രാഹ്മണരാണ് സാധാരണ 2 ജന്മമുള്ളവരെന്ന് വിളിക്കുന്നത്. ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനയന സംസ്കാരത്തോട് 2ാമത്തെ ജന്മമാണ്. വേദ പഠേത് ഭവേത് വിപ്ര. വേദങ്ങൾ പഠിച്ച് ഈ ഉപനയന സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം പഠിക്കാനുള്ള ക്വാളിഫിക്കേഷനാണ്. ആ വേദം പഠിച്ചു കഴിയുമ്പോൾ, വേദം എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം വരും. പിന്നെ ഭാഗവതം വരും, രാമായണം വരും, പിന്നെ ഉപനിഷത്തുകൾ വരും, എല്ലാം വരും അതിനകത്ത്. അത് പഠിച്ചു കഴിയുമ്പോൾ അവരെ വിളിക്കുന്ന വിപ്രൻ എന്ന് വിളിക്കും. വിപ്രൻ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക അറിവുള്ളവനാണ്. പക്ഷെ ഇതുവരെ ബ്രാഹ്മണനായിട്ടില്ല വ്യക്തി. ജനിച്ച ബ്രാഹ്മണനുള്ള ശൂദ്രനാണ്. ഉപനയന സംസ്കാരത്തിൽ ബ്രാഹ്മണനാകുന്നില്ല, അന്നേരം വിളിക്കുന്നത് ദ്വിജൻ എന്നാണ്. അത് കഴിഞ്ഞ് വേദം പഠിച്ചു കഴിയുന്നവരെ വിളിക്കുന്നത് വിപ്രൻ എന്നാണ്. അതിവിടെയും ബ്രാഹ്മണനല്ല. ബ്രാഹ്മണൻ എപ്പോഴാകുന്നത്? ബ്രഹ്മജ്ഞാനാനി ഇതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനാദി ഇതി. ഏത് സമയത്ത് ഈ ഭൗതിക ലോകത്തിലിരുന്നു കൊണ്ട് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നു. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആര്, പരമാത്മാവാര്, ഈ ആധ്യാത്മിക അറിവ് ലഭിക്കുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ജനിച്ച് നായർ കുലത്തിലാണെങ്കിലും അച്ഛൻ ചെയ്യുന്ന ആദ്യം കൃഷിയായിരുന്നു, പിന്നെ സ്വന്തമായിട്ട് തൊഴിൽ വ്യവസായമായിരുന്നു. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ വൈശ്യനാണ്. വൈശ്യൻ്റെ തൊഴിലാണ് കൃഷി, വ്യവസായം വൈശ്യർക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് ബ്രാഹ്മണ ദീക്ഷ കിട്ടി. ഞാൻ പൂണൂല് ധരിക്കുന്നുണ്ട്, ഗായത്രി മന്ത്രം ജപിക്കുന്നുണ്ട്. വിഗ്രഹത്തിൽ പൂജിക്കാനുള്ള എൻ്റെ ട്രെയിനിങ് ഇന്നലെ കഴിഞ്ഞു. ഇനി എനിക്ക് വിഗ്രഹത്തിൽ പൂജിക്കാം അമ്പലത്തിൽ. അപ്പം ഞാൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനായി. ജന്മം കൊണ്ട് ഞാൻ ശൂദ്രനായിരുന്നു. ശൂദ്രനിൽ നിന്ന് എനിക്ക് ഉപനയന സംസ്കാരം കിട്ടി. അത് എൻ്റെ ഗുരു എനിക്ക് തന്നു. പൂണൂല് ഇട്ടു, എനിക്ക് ഗായത്രി മന്ത്രം തന്നു. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചു. വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം ദ്വിജനിൽ നിന്നും ബ്രാഹ്മണനായി. പറഞ്ഞതിൻ്റെ അർത്ഥം സമൂഹത്തിനെ വിഭജിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്, മറിച്ച് സമൂഹത്തിൻ്റെ നല്ലൊരു പ്രവർത്തനം വേണ്ടിയാണ് ഭഗവാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പം നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ പറയും, ചിലരൊക്കെ പറയുന്നത് ഒരുപാട് വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിനെ തരം താഴ്ത്തിക്കൊണ്ട് ഭഗവാൻ സൃഷ്ടിച്ച ഒരെണ്ണത്തിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇവർക്ക് അവിടുന്ന് ആരാ കൊടുക്കുന്നത്? അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങൾ. ഞാനിപ്പം ഈ അടുത്ത സമയത്ത് കേരളത്തിൽ ഒരു വലിയ നിരീശ്വരവാദിയുണ്ട്. അദ്ദേഹം ഒരു കോളേജിലെങ്ങാണ്ട് പ്രൊഫസർ ലെക്ചറെങ്ങാണ്ടാണ്. അദ്ദേഹം ഒരുപാട് ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ യാദൃച്ഛികമായിട്ട് കണ്ടായിരുന്നു.
സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ തോന്നി. അദ്ദേഹം 18-ാമത്തെ അദ്ദേഹത്തിൽ 42-ാമത്തെ ശ്ലോകം കൂട്ടിയത്. അതിനകത്ത് പറഞ്ഞ ശമദമ തപ ശൗചം ശാന്തിരാർജം ഏവജ ജ്ഞാനവിജ്ഞാന വാസ്തിക്യം ബ്രഹ്മ കർമ്മ സമുദ്ഭവ. ആ ശ്ലോകം, അതായത് ബ്രാഹ്മണന്റെ 9 ഗുണങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ സെൽഫിഷ് ആകാൻ പാടില്ല, സത്യസന്ധനായിരിക്കണം, അങ്ങനെ കുറെ പിന്നെ ഗുണങ്ങൾ പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞ ഇത് ബ്രാഹ്മണന്റെ ഗീതയിൽ എഴുതി ചേർത്താണ്, ബ്രാഹ്മണ മേധാവിത്വത്തിന് വേണ്ടിയാണ്. സത്യത്തിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ 9 ഗുണങ്ങൾ ഏത് വ്യക്തിയിലുണ്ടോ ആ വ്യക്തിയാണ് ബ്രാഹ്മണൻ. അതായത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് ഈ 9 കാരണം ഉണ്ടെന്നറിയില്ല. മദ്യപിക്കുന്ന ബ്രാഹ്മണൻ കാണാം, പട്ടാളത്തിലുള്ള ബ്രാഹ്മണരുണ്ട്. പട്ടാളത്തിലുള്ള ബ്രാഹ്മണൻ പട്ടാളക്കാരനാണെങ്കിൽ ക്ഷത്രിയനെ ആകത്തുള്ളൂ, അത് ബ്രാഹ്മണനാകില്ല. ഭഗവാൻ പറഞ്ഞ ഇത് ഗുണകർമ്മ വിഭാഗശം അനുസരിച്ച്. അപ്പൊ അത് ഇത്ര തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണ ഭഗവത്ഗീതയിൽ ഇതിൽ പിന്നീട് എഴുതി ചേർത്തതാണ്. ഭഗവാൻ പറഞ്ഞപ്പോൾ ഈ ശ്ലോകം ഇല്ലായിരുന്നു. എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇത് ഈ ഡിവിഷൻ, ആൾക്കാരുടെ ഈ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത് വലിയ ബ്രോഡ്ലിയാണ്. ചെറിയ ഡിവിഷൻ, ഇനി ആയിരക്കണക്കിന് ഡിവിഷൻസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഡിവിഷൻ, നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം ഭഗവാൻ സമൂഹത്തിന് അതിൻ്റെ ഗുണത്തിനും സ്വഭാവത്തിനും അനുസരിച്ച് വിഭജിച്ചു. 4 വർണ്ണം മാത്രമല്ല, 4 ആശ്രമവും, ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. ഇത് മനുഷ്യന് ഫോളോ ചെയ്യേണ്ടതാണ്. ഓരോ പ്രായം കഴിയുമ്പോൾ 25 വയസ്സ് വരെയാണ് ബ്രഹ്മചര്യാശ്രമം, അത് പഠിക്കാനും സെറ്റാകാനും വേണ്ടിയുള്ളതാണ്. 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമം, മക്കളൊക്കെ വലുതായി കഴിയുമ്പം അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് വാനപ്രസ്ഥാശ്രമം. വാനപ്രസ്ഥം വനത്തിൽ പോയി ഇന്നത്തെ കാലത്ത് പറ്റില്ല, വനമില്ല, പിന്നെ എവിടെയാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് ഒതുങ്ങിക്കൂടി ജീവിക്കുക. അത് കഴിഞ്ഞ് 70 വയസ്സൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ സന്യാസം സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ ഭഗവാൻ നിഷ്കാമ കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇനി നിഷ്കാമ കർമ്മത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ശേഷം ഭഗവാൻ പറഞ്ഞത് നിഷ്കാമ കർമ്മത്തിനെ കുറിച്ചാണ്. നിഷ്കാമ കർമ്മത്തിനെ കുറിച്ച് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നത് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല, എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. എല്ലാ കർമ്മത്തിനും ഒരു ഫലമുണ്ട്, എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്. പക്ഷെ ഭഗവാൻ പറഞ്ഞത്, ഭഗവാൻ എനിക്ക് ഫല ഇച്ഛയില്ല, ഫലത്തിന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മമാണത്. അതായത് ഫലത്തിന്, ഇതൊക്കെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല. നിഷ്കാമ കർമ്മത്തിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ചയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നത് എനിക്ക് കർമ്മങ്ങളൊന്നും ബാധിക്കില്ലെന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ ഫലമില്ല. ഭഗവാൻ ഫലത്തിന് ഇച്ഛയില്ലെങ്കിൽ ഫലിക്കില്ല. അതാണ് അർജുനോട് ഭഗവാൻ പറഞ്ഞത്. അർജുനന്റെ ഭയം എന്തുമായിരുന്നു? യുദ്ധത്തിൽ ഇത്രയധികം ആൾക്കാർ എന്നാൽ വധിക്കപ്പെടുമ്പോൾ അതിന്റെ പാപകർമ്മങ്ങൾ എനിക്ക് ഏറ്റിട്ട് ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമെന്നാണ് അർജുനൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞത്, നീ അത് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴാണ് കർമ്മത്തിന്റെ ഫലം നിന്നെ ബാധിക്കുന്നത്. നിഷ്കാമ ഫലമായിട്ട് നീ കർമ്മം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അത് ബാധിക്കില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്, നിഷ്കാമ കർമ്മം നീ ചെയ്യണം. ഉദാഹരണം, ഞാൻ കർമ്മത്തിന്റെ ഫലം ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് കർമ്മത്തിന്റെ ഫലം എന്നെ മനസ്സിലാക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഇത് വളരെ ഡീപ്പാണ്. കാരണം ഭഗവാൻ 9-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ എന്താണ്? ജന്മകർമ്മ ചമേ ദിവ്യം. ഏതൊരു വ്യക്തിയാണോ എന്റെ ദിവ്യമായ കർമ്മത്തെക്കുറിച്ച് അറിയുന്നവര്, അവർക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വരേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പം ഭഗവാന്റെ കർമ്മത്തെക്കുറിച്ച് ആർക്ക് മനസ്സിലാക്കാൻ കഴിയുമോ അവർക്ക് തിരിച്ചിവിടെ വരേണ്ട കാര്യമില്ല. അപ്പൊ ഇവൻ നിഷ്കാമ കർമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇത് കേട്ടപ്പം അർജുന്റെ ഉള്ളിലൊരു ചോദ്യം ഉയർന്നു, മനസ്സിലുയർന്നു. എന്താണത്? ഭഗവാന്റെ കാര്യം ഓക്കെ, ഭഗവാൻ എന്ത് ചെയ്യാം, എന്നാൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇപ്രകാരം കർമ്മം ചെയ്യാൻ സാധിക്കുമോ? നിഷ്കാമ കർമ്മം എങ്ങനെയാണ് സാധാരണക്കാരൻ ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യില്ല. എല്ലാ കർമ്മത്തിന്റെ പറയുന്ന ആഗ്രഹമുണ്ട്. അത് ആധ്യാത്മികമാകാം, ഭൗതികമാകാം. ഒരാഗ്രഹമില്ലെങ്കിൽ നമ്മൾ നിർജ്ജീവമായി പോകും, കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അർജുനന്റെ ഉള്ളിൽ ഇതാണ് വരുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മഹാഭാരതത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നുണ്ട്, കർമ്മത്തിന്റെ സിദ്ധാന്തം ആർക്കും എളുപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ 16-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, അർജുന്റെ ഈ സംശയത്തിന് മറുപടിയാണ് 16-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. നമുക്ക് ആ ശ്ലോകം നോക്കാം. കിം കർമ്മ കിം കർമ്മേതി കവയോ അപ്യത്ര മോഹിതാഃ തത്തേകമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസ്യ അശുഭാത്. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഭഗവാനാണ് പറയുന്നത്, ആ കർമ്മത്തെപ്പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം, അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തമാകും. ഇതൊക്കെ വളരെ ആ ഓരോ ഭഗവാന്റെ വാക്കും ഓരോ ശ്ലോകവും മനസ്സിലാക്കുക. കർമ്മവും അകർമ്മവും നമ്മൾ 3-ാമത്തെ ചർച്ചയാണ്. എന്നാൽ കുറച്ചുകൂടി ഒന്ന് പറയാൻ ശ്രമിക്കേണ്ടത്,
കർമ്മം, അകർമ്മം, വികർമ്മം നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ കർമ്മത്തിനെക്കുറിച്ചും അകർമ്മത്തിനെക്കുറിച്ചും പറയാനും മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അറിഞ്ഞവർ അശുഭങ്ങളിൽ നിന്നും മുക്തരാകും. അശുഭം എന്ന് പറഞ്ഞാൽ അതായത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അശുഭകരമായ കാര്യമാണ്, മംഗളകരമല്ലാത്തതാണ്. അതിൽ നിന്ന് നമ്മൾ മുക്തരാകുന്നവർ. അത് തന്നെയാണ് ഭഗവാൻ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, തിരിച്ചും ഈ ഭൗതിക ലോകത്തിൽ വരത്തില്ലെന്ന് പറഞ്ഞത്. അപ്പം 3ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതാണെങ്കിലും നമുക്കത് വിഷയം വീണ്ടും ഭഗവാൻ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ 3ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും അത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നുകൂടി ഒന്ന് ചർച്ച ചെയ്യാം. കർമ്മം എന്നിവിടെ പറയുന്നത് പുണ്യകർമ്മത്തെയാണ്. പുണ്യകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാതിരി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് പുണ്യകർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്യണം പറയേണ്ടത് പലയിടത്തും ചെതറിക്കിടക്കുകയാണ്. മഹാഭാരതത്തിൽ ചിലടത്ത് കാണാം, ഭാഗവത്തിൽ ചിലടത്ത് കാണാം, ഗീതയിൽ ഒരുപാട് അടുത്തുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, ഇതൊക്കെ നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കർമ്മം എന്ന് പറയുന്നത്. വികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതിന് എതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് വികർമ്മം എന്ന് പറയുന്നത്. ഈ രണ്ട് കർമ്മങ്ങളും നമ്മളെ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കും. അതായത് പുണ്യകർമ്മം ചെയ്താൽ പുണ്യകർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ഇവിടെ വരണം. പാപകർമ്മം ചെയ്താൽ പാപകർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ഇവിടെയോ നരകത്തിലോ പോകണം. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞത് കർമ്മത്തിനെക്കുറിച്ചും അകർമ്മത്തിനെക്കുറിച്ചും അർജുന അറിയുക എന്ന് പറയും. ഈ സിദ്ധാന്തം അറിയുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ കർമ്മം എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ എടുക്കുമ്പം അത് നമ്മുടെ പുണ്യപ്രവൃത്തികളാണ്. അത് വളരെ തോതിൽ പുണ്യപ്രവൃത്തി ആർജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒത്തിരി ഉന്നതമായ ജന്മങ്ങൾ കിട്ടും, വലിയ സെലിബ്രിറ്റി ആയിട്ടൊക്കെ കിട്ടും. അതിലും കൂടുതൽ പുണ്യം ആർജിച്ചു കഴിഞ്ഞാൽ ഹയർ പ്ലാനറ്റിൽ പോകാൻ പറ്റും, ഉന്നത ഗ്രഹങ്ങളിൽ പോകാൻ പറ്റും. അതേപോലെ താഴോട്ട് നമ്മൾ പോകുമ്പോൾ പാപപ്രവൃത്തികളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് തന്നെ വളരെ ബുദ്ധിമുട്ടിയായ ജന്മങ്ങൾ കിട്ടും. വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്ര കുടുംബങ്ങളിലൊക്കെ ജനിക്കും, ഹാൻഡിക്യാപ്പായിട്ട് ജനിക്കും. ഒത്തിരി പാപങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ പോകും. അപ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞ നല്ല കർമ്മത്തിൻ്റെ പരിണാമം നല്ലതായിരിക്കും, അതിൻ്റെ ഫലം നല്ലതായിരിക്കും. പാപകർമ്മത്തിൻ്റെ ഫലം പാപകർമ്മങ്ങളായിരിക്കും. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം നല്ല കർമ്മത്തിന് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഫലം ഒരിക്കലും ആധ്യാത്മിക ഫലമല്ല. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ പലരും പറയാറുണ്ട് മാധവധർമ്മം മാനവധർമ്മം, അങ്ങനെയാണ് പറയുന്നത്. മാധവധർമ്മം മാനവധർമ്മം. പക്ഷെ അവർക്ക് അവർക്ക് തെറ്റായിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജന്മം മുഴുവൻ ആഹാരം കൊടുത്തുകൊണ്ടോ ആ വ്യക്തിയുടെ ഭൗതിക ബന്ധത്തിൽ നിന്ന് അവർക്ക് മോചിക്കാൻ പറ്റില്ല. അതേസമയം അവർ ഒരു ദിവസം ഒരു മണിക്കൂറോ ഭാഗവതമോ ഗീതയോ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ബന്ധനത്തിൻ്റെ ഓരോ കെട്ടുകളും പൊട്ടിക്കാൻ കഴിയും. ഒന്നുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യകർമ്മത്തിന്റെ ഫലം കൊണ്ട് ഭൗതിക ബന്ധത്തിൽ നിന്ന് മോചിതനാകാൻ പറ്റില്ല, കൂടുതൽ കൂടുതൽ ബന്ധനത്തിലാകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ പുണ്യപ്രവൃത്തി ചെയ്തു. ദാഹിക്കുന്നതിന് വെള്ളം കൊടുത്തു, വിശക്കുന്നതിന് ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് പുണ്യം കിട്ടി. ഈ പുണ്യം അനുഭവിക്കാൻ വേണ്ടി ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ വീണ്ടും ഞാൻ കർമ്മം ചെയ്യുകയാണ്. ആ കർമ്മം പുണ്യമായാലും പാപമായാലും അത് അനുഭവിക്കാൻ. അതാണ് പൂന്താനല്ലോ ആദിശങ്കരൻ പാടിയത്. പെട്ടെന്ന് പറഞ്ഞു, വീണ്ടും വീണ്ടും നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ കുരുക്കിൽപ്പെടുകയാണ്. അപ്പൊ അതിൽ നിന്നും മോചനം നേടാൻ പുണ്യകർമ്മം കൊണ്ട് പറ്റത്തില്ല. അതിന് ആധ്യാത്മിക കർമ്മം വേണം. ആ കർമ്മത്തിനാണ് അകർമ്മം എന്ന് പറയുന്നത്. അകർമ്മം എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഏതെങ്കിലും ഒരു വാക്കിന് മുമ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ വാക്കിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരും. അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഉദാഹരണം, അത് തുല്യം എന്നുള്ള വാക്കിൻ്റെ ഇവിടെ ഒരു ചേർത്ത് കഴിഞ്ഞാൽ വരും അതുല്യം എന്ന് വരും. ജ്ഞാനം എന്നുള്ള വാക്കിൻ്റെ ഒരു ചേർത്ത് അജ്ഞാനം എന്ന് പറയും. അപ്പം ഏതൊരു വാക്കിൻ്റെ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ആ വാക്കിന് വിപരീത പദമായിരിക്കും. ഇപ്പം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതിൻ്റെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ അകർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാതിരിക്കുക, ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്ന അവസ്ഥ, അതിനും അകർമ്മം എന്ന് പറയും. 3ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞുകൊണ്ട് അകർമ്മവും തെറ്റാണ്. അർജുനൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് യുദ്ധമൊന്നും ചെയ്യുന്നില്ല ഭഗവാനെ, ഞാൻ പോയി ഭിക്ഷ അയച്ചോളാം അല്ലെങ്കിൽ ഞാൻ സന്യാസം ചെയ്തോളാം എന്ന് ഭഗവാൻ പറഞ്ഞു. നോ, അങ്ങനെ ഓടിപ്പോകാൻ പറ്റില്ല. നീ നിന്റെ കർമ്മം ചെയ്തേ പറ്റൂ. അർജുന, നീ നിന്റെ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ അതും നിനക്ക് നരകത്തിൽ നിന്നെ കൊണ്ടുപോകും, അകർമ്മം. ഇത് കൂടാതുള്ള അകർമ്മത്തിൽ ഒരർത്ഥമുണ്ട്. ആ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അതായത്
ഭഗവാന്റെ ഭക്തി ഏതൊരു വ്യക്തി ചെയ്യുന്നോ അതിനും അകർമ്മം എന്ന് പറയും. അകർമ്മത്തിന്റെ ഫലം പുണ്യമല്ല പാപമല്ല, അകർമ്മത്തിന്റെ ഫലം ആധ്യാത്മിക പുരോഗതിയാണ് ആ വ്യക്തിയുടെ. പുണ്യവും പുണ്യപ്രവൃത്തി, അതായത് കർമ്മവും അകർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്യുന്നു ആ പുണ്യപ്രവൃത്തി അത് ക്ഷയിക്കും. ക്ഷീണേ പുണ്യേ മർത്യലോകെ വിശന്തി എന്ന് പറഞ്ഞൊരു ശ്ലോകം വരുന്നുണ്ട്. നമ്മൾ സ്വർഗത്തിൽ പോയാലും ശരി, നമ്മൾ ATM ൽ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 1,00,000 രൂപയുണ്ട്. നമ്മൾ ATM കാർഡിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടിരിക്കുക, 5 എടുത്ത് 10 എടുത്ത്, ഒരു ദിവസം അത് 0 ആകുമ്പോൾ നമ്മൾ ATM കാർഡിൽ അവർ പറയും നോ സഫിഷ്യൻറ്റ് ബാലൻസ് എന്ന് പറയും. അതേപോലെ നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുറേ അതിനൊരു നിബന്ധനയാണ്, ഇത്രയും പുണ്യം നമുക്ക് വേണം. നമ്മൾ അവിടെ ചെന്ന് ഭൗതിക സുഖചര്യങ്ങൾ ആസ്വദിക്കുന്നതനുസരിച്ച് ആ പുണ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. ക്ഷയിച്ച് ഒരു ദിവസം അത് 0 ആകുമ്പോൾ തള്ളി താഴോട്ട് വിടും. അതാണ് ഭഗവാൻ ഭഗവത്ഗീത പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിന് ഓർമ്മയില്ല, ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി. അതേസമയം ആധ്യാത്മിക പ്രവൃത്തിക്ക് നാശമില്ല. ഭഗവാൻ പറയുന്നുണ്ട് നമേ ഭക്ത അർജുന നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന്മാർക്ക് നാശമില്ല എന്ന്. കാരണം അവർ ഇവിടെ നമ്മളിപ്പോൾ ഒരു MA PhD എടുത്തിട്ട് മരിച്ചു പോകുന്നു, MBBS എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് മരിച്ചു പോകുന്നു. അടുത്ത ജന്മത്തിൽ വീണ്ടും നമ്മൾ A4 ആപ്പിൾ പോലെ തുടങ്ങണം. അതേസമയം ആധ്യാത്മിക ജീവിതത്തിൽ ഇന്ന് എവിടെ നമ്മൾ നിൽക്കുന്നു, ഇന്ന് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നമേ ഭക്ത പ്രണശ്യതി. പലരും നമുക്ക് കാണാം ഈ ജന്മത്തിൽ തന്നെ വളരെ ചെറിയ വിധത്തിൽ ഭാഗവത കഥകൾ പറയുന്നു, ഭാഗവതം കേൾക്കുന്നു, പഠിക്കുന്നു, ഗീത വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ചില കുട്ടികൾ പോലും അത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് അകർമ്മത്തിൽ മാത്രമേ ഉള്ളൂ, അകർമ്മത്തിൽ നാശമില്ല. അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞ് മുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഭഗവാന്റെ സന്നിധിയിൽ പോകുന്നത്, വൈകുണ്ഠം. അതിനാണ് നമ്മൾ മുക്തി പറയുന്നത്. ഇവിടെ അകർമ്മവും കർമ്മവും വികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പാപകർമ്മങ്ങൾ. അപ്പോൾ കർമ്മവും അകർമ്മവും വികർമ്മവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാണ്. പുണ്യകർമ്മം ചെയ്യുമ്പോൾ വ്യക്തിക്ക് പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞു. പുണ്യഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആത്മീയ ഫലമല്ല, മറിച്ച് ഭൗതികമാണ്. അത് എത്രമാത്രം പുണ്യം നമ്മൾ ആസ്വദിക്കുന്നു അതനുസരിച്ച് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മിശ്രിത കർമ്മം, ഈ പുണ്യവും പാപവും കൂടെ ചേരുന്നതാണ് മിശ്രിത കർമ്മം. ചിലർക്ക് ദുഃഖം, അത് നമ്മളൊക്കെ മിശ്രിത കർമ്മം ചെയ്ത വ്യക്തികളാണ്. നമുക്കറിയാം ജീവിതത്തിൽ ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പം നല്ലത് ചീത്ത, ഇതൊക്കെ വരുന്നത് അതുകൊണ്ടാണ്, മിശ്രിത കർമ്മം കൊണ്ടാണ്. അപ്പം അകർമ്മം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. പലരും ചോദിക്കുന്നുണ്ട് ഭക്തി എന്ന വാക്കിൻ്റെ ഡെഫിനേഷൻ എന്താണ്. ഭക്തി എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിൽ എന്നെ ആകർഷിച്ച അർത്ഥം ഇതാണ്: നമ്മൾ ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി, ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി എന്ത് പ്രവൃത്തി ചെയ്യുന്നു അത് ഭക്തിയാണ്. അത് ഭക്തിയാണ്. ഭഗവാന്റെ സന്തുഷ്ടി തോന്നുന്നത് എപ്പോഴാണ്? ഭക്തി ചെയ്യുമ്പോഴാണ്. പുണ്യം ചെയ്യുമ്പോൾ ഓക്കെ, അതിൻ്റെ ഫലം ഭഗവാൻ കൊടുക്കാൻ ഒരുപാട് ദേവിദേവതകളുണ്ട്, അവർ നമുക്ക് തരും. ഭഗവാൻ അല്ലാതെ തരുന്നത്. പക്ഷെ അകർമ്മത്തിൻ്റെ ഫലം തരുന്നത് കൃഷ്ണനാണ്, നോ ഡൗട്ട് അറ്റ് ഓൾ. അതിൻ്റെ ഫലം ഭഗവാനാണ് തരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് അർജുൻ്റെ കാര്യം തന്നെ എടുക്കാം. അർജുൻ യുദ്ധത്തിന് വന്നിരിക്കുന്നത് കുരുക്ഷേത്ര ഭൂമി വന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ പുണ്യഫലമോ പാപഫലമോ ഉണ്ടാകാം. അർജുൻ്റെ ഭയം അതായിരുന്നു, ഇത്രയധികം ആൾക്കാർ മരിക്കുന്നവരെ വർണ്ണസങ്കരം വരും, വിധവകളുണ്ടാകും, അതുണ്ടാകും, ഇതുണ്ടാകും, അങ്ങനെ ആകുമ്പോൾ ഞാൻ നിത്യത്തിൽ പോകുന്നു. കാരണം അർജുൻ്റെ കർമ്മം ചെയ്യാനാണ് വന്നത്. കർമ്മത്തിനൊരു ഫലമുണ്ട്. അതായത് ക്ഷത്രിയൻ ചെയ്യേണ്ട കർമ്മമാണ്. ക്ഷതം ത്രായത ഇത് ക്ഷത്രിയ. സമൂഹത്തിലെ ദുരിതങ്ങൾ മാറ്റാൻ, ദുഃഖം മാറ്റാൻ, അല്ലെങ്കിൽ ക്ഷതം മാറ്റുന്നവനാണ് ക്ഷത്രിയൻ. അത് അവൻ്റെ കർത്തവ്യമാണ്, ചെയ്തേ പറ്റൂ. അവനത് ചെയ്യുമ്പോൾ അവന് പുണ്യഫലമാണ്. യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ, ഒരു യോദ്ധാവ് യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം കിട്ടും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഇവരൊക്കെ എൻ്റെ കണ്ടുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം അവർക്കെല്ലാം സ്വർഗം കിട്ടുമെന്ന് മഹാഭാരതത്തിൽ വളരെ വിശദമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ അർജുനൻ വന്നത് അർജുൻ്റെ കർമ്മം ചെയ്യാനാണ്. അതുകൊണ്ടാണ് അർജുന് ഭയം വന്നതും. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നീ കർമ്മമല്ല, നീ എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. ഭഗവാൻ പറഞ്ഞു പരിത്രാണായ സാധുന വിനാശായ സാധുഷ്കത ധർമ്മ സംസ്ഥാനാർത്ഥായ. ആ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നീ എന്നെ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു നിമിത്തമാകും. നിമിത്തം മാത്രമേ എന്ന് പറഞ്ഞ് 11ാമത്തെ അധ്യായത്തിൽ വിരാട രൂപം കാണിച്ചു കഴിയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഇവരൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ നീ ഒരു നിമിത്തമായാൽ മാത്രം മതി. അപ്പം അങ്ങനെ ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി അർജുനൻ യുദ്ധം ചെയ്താൽ അത് അകർമ്മമാകും. അതേ യുദ്ധം, അതേ കർത്തവ്യം അർജുൻ്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്താൽ അത് കർമ്മമാകും. അർജുനൻ യുദ്ധഭൂമി വന്നത് ഇന്ദ്രപ്രസ്ഥം ഞങ്ങളുടെ ഇന്ന് കൗരവരെ കവർന്നെടുത്തു, അതിന് പകരം ചോദിക്കണം. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ചെയ്ത് അതിന് പകരം ചോദിക്കണം. ഞങ്ങളെ ഒരുപാട് ചോദിച്ച് അതിന് പകരം ചോദിക്കണം. ഇത് കർമ്മമാണ്. ആ കർമ്മത്തിൻ്റെ ഫലം അർജുന് പുണ്യമായാലും പാവലും എന്തായാലും കിട്ടും. പക്ഷെ ഇവിടെ ഭഗവാൻ പറഞ്ഞ അതെല്ലാം നീ സൈഡിൽ മാറ്റി വെക്കുക. നീ എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, എൻ്റെ
ആഗ്രഹപ്രകാരം ആവശ്യപ്പെടുന്ന യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഈ കർമ്മം അകർമ്മമാകും. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണം വേണ്ടി പറയാം. ഒരു വീട്ടമ്മ രാവിലെ എഴുന്നേൽക്കുന്നു. ആ വീട്ടമ്മയുടെ ഭർത്താവിന് പൂരിയും സബ്ജിയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം രാവിലെ എണ്ണിച്ചിട്ട് ആ വീട്ടമ്മ ഭാര്യ വിചാരിക്കുകയാണ്, ഇന്ന് ഭർത്താവിന് അവധി ദിവസമാണല്ലോ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പൂരിയും സബ്ജിയും ഉണ്ടാക്കാം. ഇത് കർമ്മമാണ്. അപ്പൊ ആ വീട്ടമ്മയുടെ ധർമ്മം ചെയ്യുകയാണ്. അതിനൊരു ഫലം ആ വീട്ടമ്മയ്ക്ക് തീർച്ചയായിട്ടും കിട്ടും, ആ സ്ത്രീക്ക് കിട്ടും. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇതിന്റെ മേളിലാണ് ഇതിന്റെ മേളിൽ കർമ്മയോഗം വരുന്നത്. കർമ്മയോഗത്തില് ആ വീട്ടമ്മ രാവിലെ എണീറ്റിട്ട് ഭർത്താവിന് ഇഷ്ടം പൂരി സബ്ജി ആണല്ലോ, ഇന്ന് ഞാൻ അതേ വീട്ടമ്മ തന്നെ പൂരി സബ്ജി ഉണ്ടാക്കി വളരെ വൃത്തിയോടെ കുളിച്ച് ശുദ്ധഭക്തിയോടെ ഉണ്ടാക്കി ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പ് വെച്ചിട്ട് ഒരു തുളസിക്കതിട്ട് അത് ഭഗവാന് നേദിച്ചു. ഭഗവാന് നേദിച്ചിട്ട് അത് ഭർത്താവിന് കൊടുത്തു. ഇത് പുണ്യമല്ല, ഇത് ഭക്തിയാണ്. കാരണം ഭഗവാന് നേദിച്ചിട്ടാണ് കൊടുത്തത്. ഇതേ വീട്ടമ്മ പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആദ്യം ഭർത്താവിന് ആഗ്രഹം ഉണ്ടാകുന്ന ഭർത്താവിന് വേണ്ടി ആ പൂരി സബ്ജി ഉണ്ടാക്കി. രണ്ടാമത്തേതിൽ ഭർത്താവിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്, പക്ഷെ അതിന് ഭഗവാന് നേദിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ ഇവിടെ കേന്ദ്ര ബിന്ദു ആരാണ്? ഭർത്താവാണ്, ഭഗവാനല്ല. ഇതേ വീട്ടമ്മ എഴുന്നേറ്റിട്ട് രാവിലെ വിചാരിക്കുകയാണ്, ഇന്ന് എൻ്റെ ഉണ്ണിക്കണ്ണന് ഞാൻ എന്ത് നേദിക്കും എന്നും ഭഗവാൻ എന്തെങ്കിലും നേദിക്കുന്ന വീട്ടമ്മയാണ്. ഇന്നലെ പാൽപ്പായസം കൊടുത്തു, മിനിഞ്ഞാന്ന് അത് കൊടുത്തു, ഭഗവാൻ എന്താ കൊടുക്കുന്നത് ഒന്നും ഓർമ്മ വരുമല്ലോ. ഭഗവാൻ ഇന്നൊരു വ്യത്യസ്ത രൂപം കൊടുത്തല്ലോ, ഭഗവാൻ ദ്വാരകയിലല്ലേ ജനിച്ചത്, അപ്പം ഭഗവാന് ചപ്പാത്തി പൂരിയൊക്കെ ഇഷ്ടമായിരിക്കും. പൂരി ഉണ്ടാക്കിയാൽ ഇന്ന് ഭഗവാന് വേണ്ടി അമ്മ വീട്ടമ്മ പൂരി ഉണ്ടാക്കി രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, പൂരി ഉണ്ടാക്കി അത് നൈവേദ്യമായിട്ട് തുളസിക്കതിരിട്ട് ഭഗവാനെ നേദിച്ചു, ഭർത്താവിന് കൊടുത്തു. ഈ മൂന്ന് കാര്യത്തിലും ഭർത്താവ് പൂരി സബ്ജിയാണ് കഴിച്ചത്. പക്ഷെ ആ വീട്ടമ്മയ്ക്ക് കിട്ടുന്ന ഫലം വ്യത്യസ്തമാണ്. ആദ്യത്തേത് പുണ്യഫലം കിട്ടും, രണ്ടാമത്തെ ഭക്തിയാണ്, മൂന്നാമത്തേത് ഭക്തി യോഗം. അതായത് ഭഗവാനുമായിട്ട് കണക്റ്റഡായി, ഭഗവാനാണ് അവിടെ കേന്ദ്രബിന്ദു. അത് ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ അത് പുണ്യഫലമല്ല, പാഹുഫലമല്ല. അപ്പൊ എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അത് ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഗീതാ കഥ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് വാങ്ങണം, ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ കണ്ടിട്ട് അവർ കൈയടിക്കണം, അത് ഭക്തിയല്ല. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ സന്തുഷ്ടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എൻ്റെ ഗുരുവിന് ഭഗവത്ഗീതയും ഭാഗവതവും പ്രചാരം ചെയ്യുന്നത് വളരെ ഇഷ്ടം വരുന്ന കാര്യമാണ്. അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തുഷ്ടിക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നു. നാച്ചുറലി അത് ഭഗവാന്റെ സന്തുഷ്ടിയാണ്. അപ്പൊ കർമ്മോ അകർമ്മം വികർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അർജുന. അത് മനസ്സിലാക്കിയവർ ഈ ഭൗതിക ലോകത്തിൽ തിരിച്ചു വരില്ല. കാരണം എന്താണ്? അത് ഏതൊരു വ്യക്തി മനസ്സിലാക്കുന്നു ആ വ്യക്തി കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കും, കൃഷ്ണന്റെ പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കും. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ ജന്മകർമ്മ ചമയ ദിവ്യം. എന്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് ഏതൊരു വ്യക്തി മനസ്സിലാക്കുന്നു, വേത്തി തത്വ, വേത്തി എന്ന് പറഞ്ഞാൽ തത്വപരമായിട്ട് മനസ്സിലാക്കുന്ന കഥകളല്ല, അവിടെ തത്വങ്ങൾ മനസ്സിലാക്കണം. തെക്വാദേഹം പുനർജന്മ നൈതിമാമേതി അർജുന, അവർക്ക് പുനർജന്മമില്ല. അപ്പൊ ഇവിടെ കാമവും വികർമ്മവും വ്യക്തിയെ ഭൗതിക ബന്ധത്തിലാക്കുന്നു, എന്നാൽ അകർമ്മം വ്യക്തിയെ ആ ബന്ധത്തിൽ മോചിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മൾ എത്രമാത്രം കർമ്മവും പുണ്യവും. അപ്പം ഇവിടെ ആ ചോദ്യത്തിന് ഉത്തരം മാധവസേവ മാനവസേവ. മാധവസേവ വേണം. മാധവസേവ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഒരു മനുഷ്യനെ ഒരു ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റും. ഒരു വ്യക്തിക്ക് ഒരു ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റും. പക്ഷെ ആ വ്യക്തിയെ ബ്രെഡ് ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ബ്രെഡ് ശേഖരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതകാലം മൊത്തത്തെ വിശപ്പ് മാറ്റാൻ പറ്റും. ബ്രെഡ് സമ്പാദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അതൊരു തൊഴിൽ ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതകാലത്തെ മൊത്തം വിശപ്പ് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആഹാരം കൊടുത്ത ആ വ്യക്തി അടുത്ത ജന്മത്തിൽ വീണ്ടും അത് തന്നെ വരും. ആ വ്യക്തിക്ക് ഭാഗവത കഥ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വ്യക്തി ഭൗതിക ലോകത്തിൽ നിന്നേ പോയി കഴിഞ്ഞാൽ ദുഃഖമില്ലല്ലോ. അപ്പൊ ഒരു നേരത്തെ ബ്രെഡ് കൊടുക്കുന്ന അല്ല അതിനേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് മാധവസേവ എന്ന് പറഞ്ഞാൽ മാധവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് മാധവസേവ.
അപ്പം മാനവസേവ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാനവസൃഷ്ടിക്ക് അന്നദാനം കൊടുക്കണം വേണം. എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം കൊടുക്കാറുണ്ട്. നമ്മുടെ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഒരുവിധപ്പെട്ട എല്ലാ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 നേരവും ഉണ്ട്. ഇസ്കോണിൻ്റെ ഏത് അമ്പലത്തിൽ പോയാലും 1-2 പ്രാവശ്യം ഫ്രീ കോസ്റ്റ് ഉണ്ട്. നമ്മൾ ഏത് അമ്പലത്തിൽ പോയി തിരുപ്പതിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യയാണ് അവിടെ. ഏത് ക്ഷേത്രത്തിൽ പോയാലും അന്നദാനം ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതിനോടൊപ്പം ഭഗവാനെക്കുറിച്ച് അറിയുവാനുള്ള അവസരം കൂടി ആ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ ആ വ്യക്തി ഭൗതിക ബന്ധത്തിൽ നിന്ന് മോചനവും. അതാണ് അകർമ്മം. അപ്പം ഒന്നുകൂടി ഞാനത് മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മം എന്ന് പറഞ്ഞാൽ ഗുഡ് ആക്ടിവിറ്റി, നല്ല പ്രവൃത്തി. വികർമ്മം എന്ന് പറഞ്ഞാൽ ബാഡ് ആക്ടിവിറ്റി, പാപകർമ്മം. അതായത് പുണ്യം പാപമായി. അകർമ്മം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആക്ടിവിറ്റി, ആധ്യാത്മിക കാര്യം. നിങ്ങളിപ്പോൾ കേൾക്കുന്നു, ഞാൻ പറയുന്നു. ഇത് സ്പിരിച്വൽ ആക്ടിവിറ്റി, അത് ഗുഡ് ആക്ടിവിറ്റി അല്ല, ഇത് അകർമ്മമാണ്. അപ്പോൾ ഗീത നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നല്ല വ്യക്തിയായി ജീവിച്ച് മരിക്കുന്നതല്ല ഏറ്റവും ഉത്തമ കാര്യം. നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് മരിക്കുന്നതല്ല. അതായത് ഒരു വ്യക്തി, ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും ഒരു മനുഷ്യന്റെ ജന്മത്തിലെ ഏറ്റവും ശ്രേയസ്കരമായ എന്താണ്? ധർമ്മവും പരോധർമ്മം രണ്ടാണ്. ധർമ്മം നമുക്കൊന്ന് കാണും. ഒരു അച്ഛൻ്റെ ധർമ്മമുണ്ട്, അമ്മയുടെ ധർമ്മമുണ്ട്, ഭാര്യയുടെ ധർമ്മമുണ്ട്, മക്കളുടെ ധർമ്മമുണ്ട്, സ്കൂൾ ടീച്ചറുടെ ധർമ്മമുണ്ട്, എല്ലാവരുടെ ധർമ്മമുണ്ട്. ആ ധർമ്മം നമ്മൾ ചെയ്യണം. ഭൗതിക ലോകത്ത് ജീവിച്ച ആ ധർമ്മം ചെയ്തേ പറ്റൂ. പക്ഷെ പരമമായ ധർമ്മം അതല്ല. ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സഭൈ പുംസ പരോ ധർമ്മോ യഥോ ഭക്തർ അതോച്ചതി അഹേതു അപ്രതിക ആത്മസു പ്രസീദതി. അതുകൊണ്ട് മാനവ ജന്മത്തിന്റെ ഏറ്റവും പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? സവൈ വംസാം പരോധർമ്മോ യഥോ ഭക്തി അധോക്ഷജയ. അധോക്ഷജയ ഭഗവാന്റെ ഒരു പേരാണ്. ഭഗവാന്റെ ഭക്തിയാണ് ഏറ്റവും വലിയ ധർമ്മം. അപ്പോൾ ഒരു വ്യക്തി ഭൗതിക ലോകത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് മരിക്കുകയോ പാപകർമ്മങ്ങൾ ജീവിച്ച് മരിക്കുകയോ ചെയ്യുന്നതിലല്ല പ്രാധാന്യം. ആ വ്യക്തി എത്രമാത്രം കൃഷ്ണഭക്തിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, സ്പിരിച്വൽ ആക്ട് എത്രമാത്രം ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ വ്യക്തിക്കും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആധ്യാത്മിക ജീവിതം നയിക്കണം. ഗീത നമ്മളെ പഠിപ്പിക്കുന്ന കർമ്മം ചെയ്യാതിരിക്കല്ല. അർജുനോട് ഭഗവാൻ പറഞ്ഞില്ല, ഓക്കെ നീ ഭഗവത്ഗീതയൊക്കെ കേട്ടല്ലേ, നാളെ മുതൽ എൻ്റെ നാമം ജപിച്ചുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിന് മുമ്പ് പോയിരിക്കാൻ പറഞ്ഞില്ല. അടിക്കാനാ പറഞ്ഞത്. കർമ്മത്തിൽ നിന്നുള്ള ഒളിച്ചോടലല്ല ആധ്യാത്മികത. ആധ്യാത്മികത നമ്മളെ കർമ്മം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. അതാണ് ഗീതയുടെ എൻ്റെ സത്യം എന്ന് പറയുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എന്താണ് നമ്മളുടെ ഉത്തരവാദിത്തം, ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ നമ്മൾ ഗീത പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്, ക്ഷേത്രത്തിൽ പോകണം, പ്രാർത്ഥിക്കണം. പക്ഷെ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. ഭക്തി എന്ന് പറയുന്നത് ആധ്യാത്മിക പ്രവൃത്തിയാണ്. അതായത് നമ്മൾ ഡിവോഷണൽ സർവീസ് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സേവ ചെയ്യുന്നതാണ് ഭക്തി. അമ്പലത്തിൽ പോവുക, അമ്പലത്തിൽ വലം വെക്കുക, വെടിവഴിപാട് നടത്തുക, ഇതൊന്നും ഭക്തി എന്ന് പറയാൻ പറ്റത്തില്ല. അത് റിച്വൽസാണ്. നമ്മളെന്ത് പറ്റി, സ്പിരിച്വൽ എന്നുള്ള വാക്കിനെ അങ്ങ് മുറിച്ചു, സ്പിരിറ്റിനെ മാറ്റി റിച്വൽ മാത്രം പിടിച്ചിരിക്കുകയാണ്. ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പതനത്തിന്റെ കാരണം അത് തന്നെയാണ്. വൃശ്ചമാസത്തിൽ മാത്രം ഭക്തി, വിഷുവിന് മാത്രം ഭക്തി, ഓണത്തിന് മാത്രം ഭക്തി, ബാക്കി 365 ദിവസം ഇഷ്ടമുള്ളവരെ ജീവിക്കാം, ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് കുടിക്കാം. അതല്ല നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത്. 24 മണിക്കൂർ 365 ദിവസം കൃഷ്ണ ശരണം പ്രാപിച്ച് കൃഷ്ണന്റെ നാമരൂപ ഗുണലീലകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് ഭക്തി. ഭാഗവതം വായിക്കുന്നതും കേൾക്കുകയും ചെയ്യുന്നതാണ് ഭക്തി. ഭഗവത്ഗീത വായിക്കുന്നതും കേൾക്കുന്നതുമാണ് ഭക്തി. കലിയുഗത്തിന്റെ യുഗധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഹരേർ നാമ ഹരേ നാമേവ കേവലം കലു നാസ്തേവ ഗതിരന്യത. ഒരു ഉപനിഷത്തിലെയാണ് ഈ വാക്യം, അല്ല ബൃഹത് നാരദീയ പുരാണത്തിലാണ് ഈ വാക്യം. ഹരേർ നാമ 3 പ്രാവശ്യം സംസ്കൃതത്തിൽ ഇങ്ങനെ റിപ്പീറ്റ്. നമ്മൾ പറയത്തില്ല വെരി വെരി ഗുഡ് എന്ന് പറയത്തില്ലേ, എന്താ പറയുന്നത്? ആ ഗുഡിനെ കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സംസ്കൃതത്തിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ 2 പ്രാവശ്യം റിപ്പീറ്റ്, പക്ഷെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അത് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഹരേർ നാമ ഏവ കേവലം, അത് മാത്രം. എന്ത്? ഹരിയുടെ നാമം. ഏവ കേവലം കലികാലത്ത് നാസ്ത്യ വേറെ ഒന്നും ഗതിരന്യത വേറെ ഒരു ഗതിയുമില്ല.
3 പ്രാവശ്യം പറയും നാസ്തിയേവ നാസ്തിയേവ, വേറെ ഒന്നുമില്ല. നമുക്ക് ഈ കലിയുഗത്തിൽ ഗതി കിട്ടണമെങ്കിൽ ഹരിയുടെ നാമം ജപിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ എന്ന് പറയാതെ അത്താഴം കിട്ടാത്തൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. അവിടുന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിപ്പോണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇത്രയധികം വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുന്നത് കർമ്മഫലമാണെന്ന് പറയാം. പക്ഷേ അത് നമുക്ക് സദ്ബുദ്ധി കിട്ടണമെങ്കിൽ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ചതുശ്ലോകി ഗീതയുടെ 3-ാമത്തെ ശ്ലോകത്തിൽ 8, 9, 10-ാമത്തെ ശ്ലോകത്തിൽ, അതായത് 9-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവ്വം ദദാമി ബുദ്ധിയോഗം. തേഷാം അങ്ങനെയുള്ളവർക്ക് തേഷാം സതതയുക്താന എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ദദാമി ബുദ്ധിയോഗം ഞാൻ അവർക്ക് കൊടുക്കും. എന്ത് കൊടുക്കും? അവർക്ക് ബുദ്ധി കൊടുക്കും. എന്തുള്ള ദദാമി ബുദ്ധിയോഗം മാമുപയാന്തിത, എന്നിൽ എത്തിച്ചേർന്ന ബുദ്ധി ഞാൻ അവർക്ക് കൊടുക്കും. അപ്പം എന്നും നമ്മൾ ഹരേ രാമ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള ബുദ്ധി ഭഗവാൻ അവർക്ക് തരും. തേഷാം അടുത്ത ശ്ലോകം തേഷാം ഏവാനുകമ്പാർത്ഥം അഹമാനം അജന്തമഹ നാശാമ്യാവ ഭാവസ്ത്വ ജ്ഞാനദീപേന ഭാവസ്വം. അങ്ങനെയുള്ളവരെ എൻ്റെ അനുകമ്പ കൊണ്ട്, അതായത് എപ്പോഴും എന്നെ സ്മരിക്കുന്ന വ്യക്തിയോടുള്ള അനുകമ്പ കൊണ്ട് ഞാൻ അവരുടെ ഹൃദയത്തിലിരുന്നുകൊണ്ട് ജ്ഞാനദീപേന ഭാസ്വത, ജ്ഞാനത്തിൻ്റെ ദീപം തെളിയിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. നമുക്കില്ലാത്തതാണ് അജ്ഞാനമാണ്. അപ്പം യുഗധർമ്മം എന്ന് പറയുന്നത് ഹരിയുടെ നാമമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ഓരോ യുഗത്തിലും ഓരോ യുഗധർമ്മമുണ്ട്. ആദ്യത്തെ യുഗത്തിൽ സത്യയുഗത്തിലെ യുഗധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സനുഷ്ഠിക്കായിരുന്നു. അവർക്ക് പ്രാണായാമത്തിലൂടെ ശ്വാസത്തെ ലോക്ക് ചെയ്തിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ ഇരിക്കാൻ കഴിയുമായിരുന്നു. നമ്മളിപ്പോൾ ആയിരക്കണക്കിന് വർഷം തപസ്സിൽ പറയുമ്പോൾ ആൾക്ക് ആയിരക്കണക്കിന് വർഷം ഇവിടെ 100 വർഷം ജീവിച്ചിരിക്കില്ലെന്ന് പറയും. പക്ഷെ ഇപ്പം നമുക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത്. കൃഷ്ണൻ ഗോവർദ്ധനം പൊക്കിയ എനിക്കിവിടെ ഒരു കൊല്ലം പൊക്കാൻ പറ്റില്ല, പിന്നെ കൃഷ്ണൻ ഗോവർദ്ധനം പൊക്കിയത്. അതായത് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വരുന്ന 80 വയസ്സ് വരെ ആയുസ്, 70 വരെ ആയുസ്, 40 വയസ്സ് വരെ ആയുസെന്നല്ല. ഒരു ജീവാത്മന് എത്ര ശ്വാസമാണ് നിശ്ചയിച്ചിട്ടുള്ളത്? 1,88,67,816 ശ്വാസം എടുക്കണം പറഞ്ഞാൽ 816 ശ്വാസം എടുക്കും, 15ഉം 17ഉം ആകില്ല. അപ്പോൾ ആ ശ്വാസം ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ സ്പീഡോമീറ്റർ അവിടെ നിൽക്കും. അപ്പോൾ അവർക്ക് പ്രാണായാമത്തിൽ കൂടി ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ കഴിക്കണം. ധ്രുവചരിതം വായിച്ചിട്ട് ധ്രുവൻ എന്തായാലും ചെയ്ത് ശ്വാസം ലോക്ക് ചെയ്യായിരുന്നു. അങ്ങനെയാണ് പ്രപഞ്ചത്തിന് മൊത്തം ശ്വാസം മുട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ശ്വാസത്തിനെ ലോക്ക് ചെയ്തിട്ട് അവർക്ക് വർഷങ്ങളോളം തപസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് 5 മിനിറ്റ് താഴെ ഇരുന്ന് ഭാഗവതം കേൾക്കാൻ പറ്റില്ല, നടുവേദനയും കാലുവേദനയാണ്. പിന്നെ എങ്ങനെയാണ് ദിവസങ്ങളോളം ഇരിക്കുന്നത്, അല്ലെങ്കിൽ മാസങ്ങളോളം ഇരിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ യുഗധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സായിരുന്നു. രണ്ടാമത്തെ യുഗധർമ്മങ്ങൾ യാഗങ്ങളായിരുന്നു. അത് രാജാക്കന്മാർ പ്രജകൾക്ക് വേണ്ടി യാഗം ചെയ്യണം. അശ്വമേധ യോഗം, അങ്ങനെയുള്ള ഒരുപാട് യാഗങ്ങളുണ്ടായിരുന്നു. അത് യജ്ഞങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കുന്ന യാഗങ്ങളാണ്. അതിൽ കോടികൾ, അതായത് ആയിരക്കണക്കിന് ബ്രാഹ്മണർ പിന്നെ ഈ യാഗങ്ങളിൽ വരുന്നവർക്കെല്ലാം ദാനം കൊടുക്കുക. ദാനം കൊടുക്കുക നമ്മൾ കൊടുക്കുന്നത് 5 രൂപയും 10 രൂപയല്ല, സ്വർണ്ണങ്ങൾ, ആയിരക്കണക്കിന് പശുക്കൾ, ഇതൊക്കെ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ബ്രാഹ്മണർക്ക് ഇത്ര പൈസ. അവരത് കൊണ്ടുവന്നിട്ട് പിന്നെ പാല് കറന്ന് വിറ്റ് ജീവിക്കല്ല. ആ പശുവിനെ അവർ ആ ഗ്രാമത്തിൽ അവർ ദാനം ചെയ്യുമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ആവശ്യമില്ലാത്ത അവർ ദാനം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ യുഗത്തിൻ്റെ യുഗധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? യാഗങ്ങളായിരുന്നു. അതിന് വളരെയധികം ചെലവുള്ളതാണ്. അതായത് നമുക്കറിയാം, യുധിഷ്ഠിര മഹാരാജാവ് യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ധനസമ്പാദനത്തിന് വേണ്ടി അർജുനെ ഭീമനെയൊക്കെ അയച്ച് അങ്ങനെ അർജുനന് ധനഞ്ജയൻ എന്ന പേര് വരെ കിട്ടിയത്. 3-ാമത്തെ യുഗത്തിലാണ് വിഗ്രഹാരാധനയുള്ളത്. അതായത് ദ്വാപര യുഗത്തിൽ വിഗ്രഹാരാധന. ഇന്നത്തെ യുഗത്തിൽ സത്യത്തിൽ വിഗ്രഹാരാധന പറഞ്ഞിട്ടില്ല. കാരണം ഇന്നൊന്നും ശുദ്ധമല്ല നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പം നാസിക്കിൽ എനിക്കറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ നെയ്യ് ഉൽപ്പാദിക്കുന്ന ഡയറി ഉള്ളത് മുസ്ലിങ്ങൾക്കാണ്. അവർ മെഷീൻ വെച്ചിട്ട് പശുവിനെ കറന്ന് പാലിൻ്റെ അറ്റം രക്തം വരെ വരുന്ന മെഷീൻ വെച്ച് കറക്കും. കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പശുവാണ്. ആ പശുവിനെ ഇത്രയും ദ്രോഹിക്കുന്നത് സഹിക്കൂ? ആ പശുവിൻ്റെ പാൽ എപ്പോൾ നിൽക്കുന്നു അപ്പോൾ അതിനെ വെട്ടി കശാപ്പയാലെ കൊടുക്കും വെട്ടാൻ വേണ്ടിയിട്ട്. അത് ആ നെയ്യ് നമ്മൾ ഭഗവാനെ നേരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കുന്നു. കെമിക്കൽ ഇല്ലാത്ത ചന്ദനത്തിയുടെ പുക വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകും. പൂവ് കെമിക്കൽ അടിച്ചിട്ടാണ് വരുന്നത്. എന്താണ് ശുദ്ധമുള്ളത്? ഈ അശുദ്ധമായുള്ളത് വിഗ്രഹത്തിൽ നേരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ കലിയുഗത്തിൻ്റെ യുഗധർമ്മം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന അല്ല. സത്യത്തിൽ അത് നാമജപമാണ്. പക്ഷെ വിഗ്രഹം പിന്നെ കലിയുഗത്തിൽ എന്തിനാണ് ഉണ്ടാക്കി? നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കി പറഞ്ഞാൽ ആൾക്കാർ ഒരിടത്ത് ഏകീകൃതമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ നേരത്തെ ആഹാരം കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ചില
കളിത്തട്ട് പോലെയൊക്കെ ഉണ്ടാക്കി എന്താ പറയുന്നത് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ കൂടി നിന്നിട്ട് ആ ഗ്രാമത്തിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ നിന്നിട്ട് ഭാഗവത കഥകൾ 1 മണിക്കൂർ ദിവസം പറഞ്ഞു കൊടുക്കുമായിരുന്നു, അല്ലെ ഹരിനാമ സങ്കീർത്തനം ചെയ്യുമായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ക്ഷേത്രങ്ങൾ, ഒന്നിച്ചു കൂടാൻ വേണ്ടിയിട്ട്. അതിന്റെ മുഖ്യ ഉദ്ദേശം വിഗ്രഹപൂജയല്ലായിരുന്നു, മുഖ്യ ഉദ്ദേശം ഭാഗവത കഥ അല്ല ഹരിനാമ സങ്കീർത്തനമായിരുന്നു. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് ഉത്സവത്തിന് വേണ്ടി മാത്രമാണ് അമ്പലത്തിൽ പോകുന്നത്. കൂടെ നമ്മുടെ വിശേഷമല്ല. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോവുക മാത്രമല്ല, നിങ്ങൾ ഭാഗവതം ഗീതയൊക്കെ ഉള്ള വീടുകൾ അത് ചുമന്ന തുണി കൊണ്ട് കെട്ടി മേളി വെച്ച്. പിന്നെ സംശയമാണ്, സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റുമോ, സന്ധ്യയ്ക്ക് വായിക്കാൻ പറ്റുമോ, നേരം ഒരു നിയമങ്ങളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജയ്ക്ക് നിയമങ്ങളുണ്ട്, വിഗ്രഹത്തിൽ പൂജയ്ക്ക് നിയമങ്ങളുണ്ട്. എത്ര പ്രാവശ്യം പുഷ്പ നേദിക്കണം, ആർക്ക് ആദ്യം നേദിക്കണം, അതിനൊക്കെ നിയമങ്ങളുണ്ട്. യാഗങ്ങൾക്ക് നിയമങ്ങളുണ്ട്. അത് പൂജാരിക്കറിയാതെ പൂജ ചെയ്യും. പക്ഷെ നമ്മൾ ശുദ്ധമായിട്ട് കുളിക്കാതെ കൈയും കഴിയിട്ട് നമുക്ക് ഭാഗവതം വായിക്കാം, ഗീത വായിക്കാം, നമ്മുടെ വീട്ടിലിരുന്നാണ്. പക്ഷെ ഭാഗവത കഥയ്ക്ക് പോകുന്ന ആചാര്യനാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ നിയമങ്ങൾ പാലിച്ചേ പറ്റും. പക്ഷെ നമ്മൾ വീട്ടിൽ വായിക്കുമ്പോൾ ആ നിയമങ്ങളൊന്നും ബാധകമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ. അപ്പോൾ ഇവിടെ നമ്മൾ കർമ്മ അകർമ്മം വികർമ്മത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്തത്. അത് ഭഗവാൻ പറയുന്നത് കർമ്മ അകർമ്മം വികർമ്മം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അർജുന. ഇത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കി, ജ്ഞാനികൾക്ക് പോലും വിഭ്രമം ഉണ്ടാക്കുന്നതാണ് കർമ്മം. ഭഗവത്ഗീത മൊത്തം ഇനി അത് കർമ്മ അകർമ്മ വികർമ്മമാണ്. ഇനി ഈ വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാൻ വരുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും ജീവിതത്തിൽ കൃഷ്ണകൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ലൈവായിട്ട് വന്ന് കേട്ടവർക്ക്, ഇനി അത് റെക്കോർഡിംഗ് കേൾക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഹരേ കൃഷ്ണ.